ജനപ്രതിനിധികളും മറ്റുമൊക്കെയായി നല്ല പ്രൗഢഗംഭീരമായ ഒരു സദസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വേദിയും സദസ്സും ഇതുപോലെ വളരെ മനോഹരമായി ക്രമീകരിച്ച് 25 വർഷം ആഘോഷിക്കാൻ ഈ കളരി തീരുമാനിച്ചത് മറ്റൊന്നുമല്ല, ഞങ്ങൾ 25 വർഷമായി ആയിരക്കണക്കിന് ശിഷ്യന്മാരെ ഈ നാടിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇനിയും ആളുകൾക്ക് ഞങ്ങൾ അഡ്മിഷൻ കൊടുക്കും, നിങ്ങൾ വന്നോളൂ, നമുക്ക് ആരോഗ്യമുള്ളൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാം, ആരോഗ്യമുള്ളൊരു ശരീരത്തെ കെട്ടിപ്പടുക്കാം എന്ന മഹത്തായ ഒരു സന്ദേശം 1/4 നൂറ്റാണ്ട് പിന്നിട്ട് പല പ്രതിസന്ധികളും വന്നപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഓല ഷെഡിലായിരുന്നു. വർഷാവർഷം ഓല മാറ്റാൻ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന ഇതിൻ്റെ ഒരു നാൾ വഴി ഉണ്ടായിരുന്നു. പരദയനീയതയും ദാരിദ്ര്യവും ഇതിനെ വിഴുങ്ങാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അതിനെല്ലാം അതിജീവിച്ച് നല്ല കഠിനാധ്വാനം കൊണ്ട്, പരിശ്രമം കൊണ്ട്, നല്ല തീരുമാനം കൊണ്ട് പ്രിയപ്പെട്ട തോമസ് ഗുരുക്കൾ 25 വർഷം ഈ കളരി ഇവിടെ മനോഹരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇടവക പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ സ്വിറ്റ്സർലൻഡ് സ്വദേശിനി ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് 10 ദിവസം കമ്മനക്കളരിയിൽ താമസിച്ച് കളരി പഠിക്കാൻ വന്നതാണ്. ഒരു അന്താരാഷ്ട്ര ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണമാണ്, ഒരു പ്രതീകമാണ് സ്വിറ്റ്സർലൻഡുകാരിയുടെ ആ സംഭാഷണം എന്ന് ഞാൻ എടുത്ത് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എന്താണ് കളരി പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്നൊരു ചോദ്യം, ഈ ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇവിടെ തന്നെ ഉണ്ട്. സാധാരണ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം പ്രസംഗിച്ച് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രസ്താവന നടത്തി വിശദീകരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് പത്മശ്രീ മീനാക്ഷി അമ്മ തന്നെയാണ്. ഞാൻ എൻ്റെ വ്യക്തി സംഭാഷണത്തിൽ മീനാക്ഷി അമ്മയോട് ചോദിച്ചു, ഷുഗർ ഉണ്ടോ? ഇല്ല. കൊളസ്ട്രോൾ ഉണ്ടോ? ഇല്ല. പ്രഷർ ഉണ്ടോ? ഇല്ല. എന്താ? ഒന്നുമില്ല. ഞാനിപ്പോ യാത്ര ചെയ്ത് അല്പം ചില കഫക്കെട്ടുണ്ട് എന്ന് മാത്രമുള്ളൊരു മറുപടി. 82 വയസ്സുള്ള ഒരു വനിത, ഒരു സ്ത്രീ. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്, അതിൽ പകുതിയിലധികം സ്ത്രീകളാണ്. നിങ്ങൾ ആരോട് വേണമെങ്കിൽ ചോദിച്ചു, 80 വയസ്സ് പിന്നിട്ട് ഒരു സ്ത്രീയോട് ചോദിച്ച കാലുവേദന, മുട്ടുവേദന, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, അങ്ങനെ പറയാൻ വെച്ച എല്ലാ രോഗങ്ങളെ കുറിച്ചും പറയുന്ന ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു ആരോഗ്യസ്ഥിതിയാണ് നമുക്കുള്ളത്. അവിടെയാണ് എന്തിനാണ് കളരി എന്ന് ചോദിച്ചാൽ ഇതിനാണ് കളരി എന്ന് ചൂണ്ടിക്കാണിച്ച് പറയാൻ കഴിയുന്ന പത്മശ്രീ മീനാക്ഷി അമ്മ. പ്രണബ് മുഖർജിയുടെ കയ്യിൽ നിന്നാണ് അവര് പത്മശ്രീ ഏറ്റുവാങ്ങിയത്. പ്രിയപ്പെട്ടവരെ, അത് തന്നെയാണ് ഇവിടെ സംഭാവന ചെയ്ത്. നമ്മള് പഴയ തലമുറയിലെ മീനാക്ഷി അമ്മയോട് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരമാണ്. പുതിയ തലമുറയിലെ പ്രിയപ്പെട്ട തോമസ് ഏട്ടനോടും നമ്മൾ ചോദിക്കുകയാണ്, ഷുഗർ ഉണ്ടോ? പ്രഷർ ഉണ്ടോ? കൊളസ്ട്രോൾ ഉണ്ടോ? മുട്ടുവേദനയുണ്ടോ എന്ന് തോമസ് ആശാനോട് ചോദിച്ചാലും തോമസ് ആശാനും മറുപടി ഇത് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു ആരോഗ്യ സംസ്കാരം തലമുറകളായി കൈമാറാൻ വേണ്ടി തന്നെയാണ് ഈ കളരി ഈ നാടിന് വേണ്ടി കൊടുക്കുന്ന വാഗ്ദാനം എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികൾ സാധാരണ, ഞങ്ങളൊക്കെ ജനപ്രതിനിധികളാണ്, സ്കൂളിലൊക്കെ പോയാൽ മുന്നിൽ ഒരു 4-5 കസേര എപ്പോഴും കാലിയായിരിക്കും, ആരും വന്നിരിക്കൂല. ഇനിയില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങി 2 കസേര കാലിയായിരിക്കും. ജനപ്രതിനിധികളൊക്കെ ചോദിച്ചറിയാം, ഏത് ഓഡിറ്റോറിയത്തിൽ പോയാലും മുന്നിലെ കസേരയിൽ ഇരിക്കാൻ ആരും തയ്യാറാവില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണോ, ഇത്രയും നിറഞ്ഞ സദസ്സിൽ ഏറ്റവും മുന്നിൽ ഒരു കസേര പോലും കാലിയില്ല. ആ കസേരയിൽ മുഴുവൻ ഇവിടുത്തെ കുട്ടികൾ, വിദ്യാർത്ഥികൾ, ആരും ഒരു നിർദ്ദേശവും കൊടുക്കാതെ മുന്നിൽ വന്നവർ ഇരുന്ന് നട്ടെല്ല് നിവർത്തി, തല ഉയർത്തി, വിയർക്കാതെ വിറയ്ക്കാതെ നിങ്ങളുടെ മുന്നിലേക്ക് അവർക്ക് ഗമിക്കാനുള്ള ഒരു മനോഘടന രൂപപ്പെടുത്തുന്ന ഒരു നല്ല പരിശീലന സംവിധാനം കൂടിയാണ് കളരി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്തൊരു അച്ചടക്കമുണ്ട് ഈ സദസ്സ് കാണുമ്പോൾ. വളരെ മനോഹരമായി, ശാന്തമായി, വിനയാന്വിതമായി, ഭവ്യതയോടെ എല്ലാ സാഹോദര്യവും നിലനിർത്തി എല്ലാ ഭാഗവും ക്ലിയർ ചെയ്ത് ഇങ്ങനെ ഒരു ചടങ്ങ് ഒരു പന്തലിന് മുന്നിൽ ക്രമീകരിക്കണമെങ്കിൽ അതിന് കൃത്യമായൊരു പരിശീലനം കിട്ടിയിരിക്കണം. അങ്ങനെ അച്ചടക്കത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ വലിയ പര്യായപദങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് കമ്മന കളരി എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദീർഘമായി ഞാൻ പ്രസംഗിക്കുന്നില്ല. ഇതിന്റെ ഒരു ടീം എന്ന് പറയുന്നത് തോമസ് ഏട്ടനാണ്. വലതുഭാഗത്ത് നമ്മൾ ആരാൻ ചോദിച്ച റൈഷാദാണ്, ഇടതുഭാഗത്ത് ആരാൻ ചോദിച്ച ബിജു ആണ്. പ്രിയപ്പെട്ടവരെ, മഹത്തായ ജനാധിപത്യ മതേതര സങ്കല്പങ്ങളുടെ ഒരു വലിയ കയ്യൊപ്പ് കൂടെ നിങ്ങളുടെ പ്രവർത്തന ഗോതയിലുണ്ട്. അങ്ങനെ മതവും ജാതിയും വർണ്ണവും ഒന്നും നോക്കാതെ
തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നേരത്തെ പ്രിയപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ പ്രതിയോഗിയെ തോൽപ്പിക്കാനല്ല, നമുക്കൊരു അസ്തിത്വം ഉണ്ടാകാനാണ്, നമുക്കൊരു വ്യക്തിത്വം ഉണ്ടാകാനാണ്. അത്തരത്തിൽ വിശാലമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള ഏറ്റവും മികച്ചൊരു പരിശീലന കേന്ദ്രമായി കമ്മന കളരി മാറിയിട്ടുണ്ട്. അതിന് വളരെ അനുഗ്രഹീതമായ ഒരു നാൾവഴികൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തോമസ് ആശാനെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ ഞങ്ങളൊക്കെ വന്നതുപോലെ നേരെ ഇവിടെ വന്ന് നോട്ടീസ് എടുത്ത് ഇങ്ങനെ പ്രസംഗിച്ച് തുടങ്ങിയതല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, പ്രിയപ്പെട്ട അമ്മ എന്ന് വിളിച്ച് തോമസ് ആശാൻ പ്രിയപ്പെട്ട പത്മശ്രീ മീനാക്ഷി അമ്മയുടെ കാൽ തൊട്ട് തൊഴുത് വന്നിട്ടാണ് ഇവിടുന്ന് പ്രസംഗിക്കുന്നത്. എത്ര ഗുരുത്വത്തോടു കൂടിയാണ്, എത്ര അനുഗ്രഹീതമായ നടപടിക്രമങ്ങളിലൂടെയാണ് അദ്ദേഹം നിങ്ങളുമായി സംവദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഗുരുത്വം പഠിപ്പിക്കുന്ന, സ്നേഹം പഠിപ്പിക്കുന്ന, മഹത്തായ മതേതര സങ്കല്പങ്ങൾ പഠിപ്പിക്കുന്ന, ജനാധിപത്യ മൂല്യം പഠിപ്പിക്കുന്ന, സഹവർത്തിത്വം പഠിപ്പിക്കുന്ന, ഒട്ടേറെ മാനുഷിക മൂല്യങ്ങൾ പരസ്പരം കൈമാറുന്ന, സംവദിക്കുന്ന, വിനിമയം ചെയ്യുന്ന, സഹവസിക്കുന്ന ഒരു വലിയ സ്നേഹത്തിന്റെ കൂട്ടായ്മയായി കമ്മനക്കളരി കഴിഞ്ഞ 25 വർഷം കൊണ്ട് മാറിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് പറ്റിയ ഒരു പരിശീലനമാണ് എന്ന് പുതിയ തലമുറയോട് പറയാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു ജനപ്രതിനിധി എന്നുള്ളത് ഞങ്ങളുടെ ഒക്കെ പിന്തുണയും സഹായവും പ്രിയപ്പെട്ട തോമസ് ആശാന്റെ കളരി സംഘത്തിന് ഉണ്ടാകും. അത് തന്നെയാണ് മന്ത്രിയും പറഞ്ഞു വെച്ചത്. വയനാടിനെ അതിജീവിക്കാനും മുന്നേറാനും സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടാനും പുരോഗതിപ്പെടാനും ഒക്കെ ഏക വഴി എന്ന് പറയുന്നത് ടൂറിസം രംഗത്തെ കുതിച്ചുചാട്ടമാണ്. ടൂറിസം രംഗത്തെ കുതിച്ചുചാട്ടത്തിന് ഇവിടെ നമ്മൾ വിഭാവനം ചെയ്യേണ്ട ആശയങ്ങളിൽ പ്രഥമ സ്ഥാനം ഇതുപോലെയുള്ള പരിശീലനത്തിന് തന്നെയാണ്. ഇങ്ങനെയുള്ള പരിശീലനങ്ങളിലൂടെ ആരോഗ്യമുള്ള സമൂഹമുണ്ടാകാൻ, നല്ല മനോഘടനയുള്ള സമൂഹമുണ്ടാകാൻ, നേരത്തെ പ്രിയപ്പെട്ട മീനാക്ഷി അമ്മ ഇവിടെ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടു. വളരെ സ്വതസിദ്ധമായ വാക്കുകളിൽ, ചുരുങ്ങിയ സംക്ഷിപ്തമായ വാക്കുകളിൽ മനോഹരമായ ഒരു സന്ദേശം ഇവിടെ കൈമാറി. കുട്ടികളെ, നിങ്ങൾക്ക് അതെങ്ങാനും തിന്നാൻ ആഗ്രഹമുണ്ടെങ്കിൽ, രുചിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മുന്നോട്ട് വരരുത്. ഒരിക്കൽ രുചിച്ചാൽ അത് പിന്നെ നിങ്ങൾക്ക് ലഹരിയായി മാറും, അത് നിങ്ങൾക്ക് വലിയ വിപത്തായി മാറും എന്ന് ലഹരിക്കെതിരെ വലിയൊരു ആഹ്വാനം നടത്തിക്കൊണ്ടാണ് പത്മശ്രീ മീനാക്ഷി അമ്മ ഇവിടെ പ്രസംഗം അവസാനിപ്പിച്ചത്. അതുകൊണ്ട് മറ്റ് നമ്മുടെ വ്യക്തി ജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും സാംസ്കാരിക ജീവിതത്തെയും സാമ്പത്തിക ജീവിതത്തെയും തകർക്കുന്ന ഒരു ലഹരിയിലേക്കും പോകാതെ ഇതുപോലെയുള്ള ലഹരിയിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതാണ്. കളരി പോലെയുള്ള മറ്റ് ശാരീരിക മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന വ്യായാമം പോലെയുള്ള ലഹരികളിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടണം എന്ന് പത്മശ്രീ മീനാക്ഷി അമ്മയുടെ പറഞ്ഞു വെക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ കളരി ഈ സമൂഹത്തിന് നൽകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതുതന്നെയാണ് സാമ്പത്തിക അഭിവൃദ്ധിയും സാമൂഹിക അഭിവൃദ്ധിയും മെച്ചപ്പെടുത്താനുള്ള സാഹചര്യം. അതിന് പ്രിയപ്പെട്ട തോമസ് ആശാനും കമ്മനക്കളരിക്കും ഇതിന്റെ സംഘത്തിനും സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ച് പ്രാർത്ഥിച്ച് വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ സർവ്വവിധ ഭാവുകങ്ങളും ആശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ വൈകിയ വേളയിൽ ദീർഘമായി സംസാരിക്കാതെ എന്റെ വാക്കുകൾ ഉപസംഹരിച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു ശ്രീ ജുനൈദ് കൈപ്പാണി. വ്യക്തമായ നിർദ്ദേശങ്ങളിലൂടെ നമ്മെ നയിക്കുന്ന പ്രവർത്തനങ്ങൾ